നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. കുളക്കരയിലെ മുടന്തന് സൗഖ്യം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. അതിനുശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആറ്റുവാതുക്കൽ ബെഥെസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങുമ്പോൾ ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചിരുന്നവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. കർത്താവായ യേശുക്രിസ്തു പെരുന്നാൾ സമയത്ത് യെരുശലേമിലേക്ക് ചെന്നിരിക്കുകയാണ്. സാധാരണ ചെറുപ്പക്കാരൊക്കെ പെരുന്നാൾ സമയത്ത് അവിടെ ചെല്ലുന്നത് അവിടെയുള്ള കളിവിനോദങ്ങളിലൊക്കെ പങ്കെടുക്കാനും അല്ലെങ്കിൽ ബന്ധുക്കളെയും ചാർച്ചക്കാരെയും ഒക്കെ കാണാനും അങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും പരിചയം പുതുക്കാനും വിശ്രമിക്കാനും ഒക്കെയാണ്. പക്ഷേ യേശു പോയത് അവിടെ വല്ല രോഗികളും ഉണ്ടെങ്കിൽ അവർക്ക് സൗഖ്യം നൽകാം എന്ന് വിചാരിച്ചാണ്. അവിടെ അന്ധവിശ്വാസമുള്ള ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അതായത് ബെഥെസ്ദ കുളം ഇടയ്ക്കിടയ്ക്ക് കലങ്ങുമെന്നും അത് ദൂതൻ ഇറക്കി കലക്കുന്നതാണെന്നും ആ കലങ്ങുന്ന സമയത്ത് ആദ്യം ഇറങ്ങുന്ന ഏത് മനുഷ്യന് ആയാലും അവന് സൗഖ്യം വരുമെന്ന് ഒരു അന്ധവിശ്വാസം അവിടെ പരക്കാനിടയായി. യെരുശലേം ദേവാലയം ഇരിക്കുന്ന ഒരു മലയിലാണ്. അപ്പോൾ മലഞ്ചെരിവിലുള്ള ഒരു കുളമാണിത്. അപ്പോൾ മുകളിൽ നിന്നുള്ള ഉറവയുടെ ഒഴുക്ക് താഴേക്കുണ്ടാകും. അതാണ് ഈ കുളം ദൂതം കലക്കുന്നു എന്ന് ആളുകൾ പ്രചരിപ്പിക്കാൻ കാരണം. അപ്പോൾ ആദ്യം ഈ കുളത്തിൽ ഇറങ്ങുന്നവന് സൗഖ്യം കിട്ടും എന്ന് ആരോ പറഞ്ഞു വരുത്തി. അപ്പോൾ രോഗസൗഖ്യം കാത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ കുളം കലങ്ങുന്നത് കാത്തുകൊണ്ട്, ആദ്യം ഇറങ്ങാനായിട്ട് കാത്തുകൊണ്ട് ധാരാളം പേർ ഇതിൻ്റെ 5 മണ്ഡപത്തിൻ്റെ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ 38 വർഷമായിട്ട് അവിടെ കിടക്കുന്നു. 38 വയസ്സല്ല, നല്ല പ്രായമുണ്ട്. യേശു ഇവനിങ്ങനെ ഏറിയ കാലമായി കിടക്കുന്നു എന്നറിഞ്ഞ് അവൻ്റെ അടുക്കൽ ചെന്നിട്ട് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ യേശുവിനെ അറിയത്തില്ല. വർഷങ്ങളായി ഇങ്ങനെ കിടക്കുന്ന ഒരാൾക്ക് ഒറ്റ നിമിഷം കൊണ്ട് സൗഖ്യം കിട്ടുമോ? അതൊന്നും അവൻ അറിഞ്ഞുകൂടാ. അപ്പോൾ അവൻ വളരെ താഴ്മയോടെ പറഞ്ഞ, യജമാനെ, കുളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കാൻ ആരുമില്ല. ഞാൻ ചെല്ലുമ്പോൾ ആരോ ഇറങ്ങി ഏതെങ്കിലും ഒരു മണ്ഡപത്തിൻ്റെ അവിടെ ഇറങ്ങിക്കാണും. അങ്ങനെ അവർ സൗഖ്യം പ്രാപിച്ചു പോയി കാണും. എനിക്കാരുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഈ അന്ധവിശ്വാസത്തിൽ കൂടി കിടക്കുകയാണ്. ശമര്യാസ്ത്രീയുടെ കാര്യം പറഞ്ഞ പോലെ ശമര്യാസ്ത്രീയുടെ അന്ധവിശ്വാസം ആ സുഖാറിലെ യോസേപ്പ് കിടന്ന കുഴിയിലെ ആ വെള്ളം കോരി കുടിച്ചാൽ പുണ്യം ഉണ്ടാകും, നിത്യജീവൻ ഉണ്ടാകുമെന്നായിരുന്നു. അതുപോലെ 5-ാം അധ്യായത്തിലെ ഈ മനുഷ്യൻ്റെ അന്ധവിശ്വാസം എന്ന് പറയുന്നത് കുളം ദൂതൻ ഇറങ്ങി കലക്കും, ആദ്യം ഇറങ്ങാനിടയായാൽ സൗഖ്യം കിട്ടും. ഇതൊക്കെയാണ് വാസ്തവം പറഞ്ഞ മനുഷ്യർ, ഈ മതങ്ങൾ മനുഷ്യനെ അന്ധത പിടിപ്പിക്കുകയാണ്. എന്തായാലും അവനോട് മനസ്സുലിവ് തോന്നിയ കർത്താവ് അവനോട് പറഞ്ഞ്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കാം. അവനവിടെ കിടക്കയൊക്കെ കൊണ്ടുവന്ന് അവിടെ സ്ഥിരമായിട്ട് അങ്ങ് കിടക്കായിരുന്നു. നാട്ടക്കിടപ്പായിരുന്നു. കാരണം അവിടെ വരുന്ന ആളുകളൊക്കെ അവന് ഭിക്ഷ കൊടുക്കും. അപ്പോൾ രോഗസൗഖ്യം ഇല്ലെങ്കിലും ഭിക്ഷ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അവൻ അതിൽ തൃപ്തിപ്പെട്ട് കഴിയുകയായിരുന്നു. ഈ ലോകത്തിലെ ആളുകൾ പലരും തൃപ്തരാണ്. കാരണം അവർക്ക് ഭക്ഷണത്തിനുള്ള മാർഗമുണ്ട്, അവർക്ക് വസ്ത്രമുണ്ട്, അവർക്കൊരു കിടപ്പാടം ഉണ്ട്. ഇതിലൊക്കെ ആളുകൾ തൃപ്തരാണ്. അല്ലെങ്കിൽ സാത്താൻ അങ്ങനൊരു തൃപ്തി അവർക്ക് നൽകുകയാണ്. ഇതൊക്കെ മതിയെന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ,
ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ദൈവത്തെ കിട്ടുമ്പോഴാണ്. ദൈവം സ്വന്തമാകുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. യേശു പറഞ്ഞു, സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിപ്പീൻ. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടുകയാണ്. അവരുടെ പൗരത്വം സ്വർഗത്തിലായിട്ട് മാറുകയാണ്. ഇവിടെ ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്കാരുമില്ല. യേശു ഉള്ളുകൊണ്ട് പറഞ്ഞു, ഞാനുണ്ട് നിനക്ക്. അന്ധവിശ്വാസത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക്, സഹായിക്കാൻ ആരുമില്ലാത്ത ആളുകൾക്ക് യേശുവുണ്ട്. പക്ഷെ ഇനി നീ ഇവിടെ കിടന്ന് തണ്ടാൻ പാടില്ല. യേശുവിനാൽ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ, യേശുവിനാൽ അനുഗ്രഹം നേടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഗതിക്ക് വ്യത്യാസം ഉണ്ടാകണം. ഇനി ഇവിടെ കിടന്ന് തണ്ടാൻ പാടില്ല. നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്നാണ് യേശു പറഞ്ഞത്. എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക. ഉടനെ ആ മനുഷ്യ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. 18 വർഷമായി കിടക്കുന്ന ആ മനുഷ്യന് തണുപ്പുള്ള രാജ്യമാണ്, തണുപ്പ് കാലത്ത് തണുപ്പുള്ള സ്ഥലമാണ് ഇസ്രായേൽ. അപ്പോൾ അവിടെ തണുപ്പിന് പറ്റിയ വസ്ത്രങ്ങൾ ആരോ കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ഈ പായ്ക്കുള്ളിലുണ്ട്. ചൂട് കാലത്തേക്കുള്ള ആ പഞ്ഞിനീർ കൊണ്ടുള്ള ആ തുണിയും കാണും. അതുപോലെ ഭക്ഷണം കഴിക്കാനുള്ള പാത്രവും അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട സകല കാര്യങ്ങളും ഒരു പട്ടാളക്കാരൻ്റെ കിറ്റ് പോലെ ഇദ്ദേഹത്തിനുണ്ട്. അതെല്ലാം എടുത്തുകൊണ്ട് നടക്കാനാണ് യേശു പറഞ്ഞത്. അതിനുള്ള ബലവും യേശു നൽകി. യേശുക്രിസ്തു നമ്മോട് നീ അത് ചെയ്യണം, സ്ത്രീയെ മുഖത്തോടെ നോക്കരുത്, അന്യൻ്റെ ആഗ്രഹിക്കരുത്, കോപിക്കരുത്, ഇങ്ങനെ പറയുക മാത്രമല്ല, അതിനുള്ള ശക്തി കൂടെ തരും. ന്യായപ്രമാണത്തിൽ അതില്ല. മോശയുടെ പ്രമാണത്തിൽ നീ കൊല ചെയ്യരുത്, വിചാരം ചെയ്ത് മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞ് കുറേ അരുതുകളേ ഉള്ളൂ. എന്നാൽ യേശു അതിനുള്ള ശക്തി കൂടെ നൽകുകയാണ്. ന്യായപ്രമാണം മോശ മാത്രം വന്നു, കൃപയും സത്യവും യേശുക്രിസ്തു മൂലം വന്നു എന്നാണ്. അപ്പോൾ യേശു പ്രമാണം പറയുക മാത്രമല്ല, അതിനുള്ള ശക്തി കൂടെ നമുക്ക് നൽകുകയാണ്. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന, യേശുവിനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് പുതിയ സൃഷ്ടിയാകാൻ സാധിക്കുന്നു. അവർക്ക് ദൈവത്തിൻ്റെ വചനം ശരിയായ നിലയിൽ അനുസരിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നു. ഇപ്പോൾ ആ മനുഷ്യൻ ആരോഗ്യമുള്ളവനായി മാറി യേശു പറഞ്ഞതനുസരിച്ച് കിടക്കയെടുത്ത് നടക്കുക. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് യേശുവിൻ കിടക്കയെടുത്ത് നടക്കാൻ പറഞ്ഞത്? ആളുകൾ കാണണം. യേശു നൽകിയ സൗഖ്യം എന്ന് പറയുന്നത് അത് നല്ല സൗഖ്യമാണ്, പൂർണ്ണ ആരോഗ്യമാണ്. യേശുക്രിസ്തു ശരീരത്തിന് വ്യത്യാസം വരുത്തുന്നവനാണ്, യേശു മനസ്സിന് വ്യത്യാസം വരുത്തുന്നവനാണ് എന്ന് ആളുകൾ അറിയണം. 38 വർഷം ഇവിടെ കിടന്ന ഈ മനുഷ്യൻ നല്ല പ്രായമുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് തൻ്റെ ഭാരമേറിയ കിടക്കയെടുത്ത് നടക്കാനുള്ള ബലം കർത്താവ് നൽകുകയാണ്. അപ്പോൾ ഈ തനിക്കുണ്ടായ രോഗസൗഖ്യം ആളുകൾ അറിയണം എന്ന് യേശു ആഗ്രഹിച്ചു. നമ്മൾ യേശുവിനാൽ അനുഗ്രഹം പ്രാപിച്ച നാം അവനെ സാക്ഷിക്കണം. യേശുവാണ് സൗഖ്യം നൽകിയത് എന്നുള്ളത് ആളുകളെ അറിയിക്കാൻ നമുക്ക് സാധിക്കണം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.